നമസ്കാരം. കേരള വിഷൻ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പുതിയൊരു വാർത്താ ദിനം ആരംഭിക്കുമ്പോൾ നിരവധി വാർത്തകളാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത്. ആദ്യം തന്നെ ഒരു ശുഭകരമായ വാർത്ത, അല്ലെങ്കിൽ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ വാർത്ത എന്ന് വേണം പറയാം. 2 വർഷം നീണ്ട യുദ്ധത്തിന് അവസാനം ഗാസയിൽ സമാധാനം പുലരുന്നു. അതോടൊപ്പം തന്നെ ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിനെതിരെ വിശ്വാസ സംരക്ഷണ യാത്രയുമായി കോൺഗ്രസ് രംഗത്ത് വരുന്നുണ്ട്. പേരാമ്പ്രയിലെ സംഘർഷത്തിൽ, ഷാഫി പറമ്പന്റെ മർദ്ദനമേറ്റ പേരാമ്പ്രയിലെ സംഘർഷത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ് രംഗത്തുണ്ട്. അതോടൊപ്പം തന്നെ ഫോറൻസിക് സംഘം സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. ഡൽഹി ടെസ്റ്റിൽ ക്രിക്കറ്റിൽ ജയത്തിനരികെ ഇന്ത്യ എത്തിയിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയ നിരവധി വാർത്തകളാണ് ഇന്ന് നമുക്ക് മുൻപിലുള്ളത്. ആദ്യം നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. 2 വർഷം നീണ്ട യുദ്ധത്തിന് അവസാനം ഗാസയിൽ സമാധാനം പുലരുന്നു. ഈജിപ്തിൽ ഉച്ചകോടിയിൽ കരാറിൽ ഒപ്പുവച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഉച്ചകോടിയിൽ നിന്ന് പിന്മാറി നെതന്യാഹു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചത് ട്രംപിന്റെ ഇടപെടലില്ലെന്ന് ആവർത്തിച്ച പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. തൃശൂരിൽ ട്രെയിൻ യാത്രക്കാരൻ ആംബുലൻസ് എത്താൻ വൈകിയതിനെ തുടർന്ന് മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി ഇന്റലിജൻസ് മേധാവി. ADGP P. വിജയനാണ് റിപ്പോർട്ട് തേടിയത്. ശ്രീജിത്തിനെ ആദ്യം പരിചരിച്ച ഡോക്ടറുടെയും ആദ്യം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെയും മൊഴിയെടുത്തു. സംഭവം കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ. ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിനെതിരെ വിശ്വാസ സംരക്ഷണ യാത്രയുമായി കോൺഗ്രസ്. പാലക്കാട്, കാസർഗോഡ്, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ മുതിർന്ന നേതാക്കൾ ജാഥ നയിക്കും. സമാപനം 18-ന് പന്തളത്ത്. വിവാദങ്ങൾക്കിടയിൽ ഇന്ന് ദേവസ്വം ബോർഡ് യോഗം. പേരാമ്പ്രയിലെ സംഘർഷത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ്. ഫോറൻസിക് സംഘം സ്ഥലത്ത് പരിശോധന നടത്തി. സ്ഫോടന വസ്തു എറിഞ്ഞത് ആരാണെന്ന് കണ്ടെത്താൻ ശ്രമം. പേരാമ്പ്രയിൽ ഇന്ന് CPIM പൊതുയോഗം. ഡൽഹി ടെസ്റ്റ് ക്രിക്കറ്റിൽ ജയത്തിനരികെ എത്തി ഇന്ത്യ. അവസാന ദിവസം ജയിക്കാൻ വേണ്ടത് 58 റൺസ്. 2ാം ഇന്നിംഗ്സിൽ 1 വിക്കറ്റിന് 63 റൺസ് എന്ന നിലയിൽ ഇന്ത്യ ബാറ്റിംഗ് തുടരും.